താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. നമ്മൾ ഈ ഞായറാഴ്ച സഭയുടെ കലണ്ടർ അനുസരിച്ച് പെന്തക്കോസ്തി പെരുന്നാളാണ്. സാധാരണ നമ്മൾ പോപ്പുലറായിട്ട് ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസ് ആയിട്ട് ക്രിസ്തുമസ്, ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ, പെസഹ വ്യാഴാഴ്ച ഇത്രയുമൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതുകൂടാതെ ധാരാളം പെരുന്നാളുകളുണ്ട്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അത് ഈ ഞായറാഴ്ചയാണ് പെന്തക്കോസ്തി പെരുന്നാൾ. സോ ക്രിസ്തുമസ് ഒബ്സർവ് ചെയ്യുന്ന പോലെ, സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ, ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ സഭ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പെരുന്നാളാണ് പെന്തക്കോസ്തി പെരുന്നാൾ. ആദ്യകാലം മുതൽ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു പെന്തക്കോസ്തി പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും തന്നെ ആ പെന്തക്കോസ്തി ഞായറാഴ്ച നിങ്ങളുടെ സഭകളിലും പെന്തക്കോസ്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അതിനായി ഉത്സാഹിക്കുക. അതൊരു നല്ല മാതൃകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അത് 1 Corinthians chapter 16, 1 Corinthians 16 അതിന്റെ 7 വാക്യം. 1 Corinthians 16:7. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിലല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. എഫേസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയത് സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്ന എതിരാളികളും പലരുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, എഫേസോസിൽ ഞാൻ പെന്തക്കോസ്ത് പെരുന്നാൾ വരെ പാർക്കും. എഫേസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. കാരണം പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ശുശ്രൂഷ എഫേസോസിൽ പങ്കെടുത്തിട്ട് വേണം തന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാൻ. അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ശുശ്രൂഷ അപ്പോസ്തലനായ പൗലോസ് എഫേസോ സഭയിലാണ് കൂടുന്നത്. എഫേസോ സഭ യോഹന്നാൻ ശ്ലീഹ അധ്യക്ഷനായിരിക്കുന്ന that was a blessed and a mega church. ഏകദേശം 30,000 അംഗങ്ങളുള്ള ഒരു സഭയായിരുന്നു. അപ്പോൾ എഫേസോ സഭയിലെ ആ വർഷത്തെ പെന്തക്കോസ്തി പെരുന്നാളിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒന്ന് ഭാവനയെ കാണുക. ഗസ്റ്റ് സ്പീക്കറായിട്ട് പൗലോസ് അപ്പോസ്തലനെയൊക്കെ അവർക്ക് ലഭിച്ചു. നിശ്ചയമായും ദാറ്റ് വാസ് എ ഗ്ലോറിയസ് ഡേ. അപ്പം അതുകൊണ്ട് ഇതൊരു ബിബ്ലിക്കൽ ആദിമസഭയുടെ പതിവും പാരമ്പര്യമാണ്. ബൈബിളിൽ നിന്ന് വാക്യം വേണ്ടിയവർക്ക് വേണ്ടി ഒരു വാക്യം വായിച്ചാൽ. അപ്പൊ ഈ പെന്തക്കോസ്ത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പെന്തക്കോസ്ത് പെരുന്നാൾ, പെന്തക്കോസ്തിയുടെ അന്നാണ് പരിശുദ്ധാത്മാവ് വന്നത് എന്നാണ് അറിയാവുന്നത്. എന്നാൽ പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതല്ല. ഈ പെന്തക്കോസ്തു പെരുന്നാൾ തുടങ്ങിയത് അതിനും 1500 വർഷം മുമ്പാണ്. 1500 വർഷം മുമ്പ്, അതായത് ഇന്നേക്ക് 3500 വർഷത്തിലധികം മുമ്പ് തുടങ്ങിയ ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ലേവ്യ പുസ്തകം 23 അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 23:9 യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങൾ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അപ്പൊ ഈ പെരുന്നാളിന് നമ്മൾ ബൈബിളിൽ പല പേരുകൾ കാണുന്നുണ്ട്. അതിൽ കൊയ്ത്ത് പെരുന്നാൾ, ഫെസ്റ്റിവൽ, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് കാണുന്നുണ്ട്. കൊയ്ത്ത് പെരുന്നാൾ, കൊയ്ത്തുത്സവം, പിന്നെ ഫെസ്റ്റിവൽ ഓഫ് വീക്സ്, വാരോത്സവം. അപ്പൊ ഇതിന് വാരോത്സവം എന്ന് പറയും, അല്ലെങ്കിൽ കൊയ്ത്തുത്സവം എന്ന് പറയും, പെന്തക്കോസ്തി എന്ന് പറയും, എബ്രായ ഭാഷ ഷെവൗട്ട് എന്ന് പറയും യഹൂദന്മാർ, ഷെവൗട്ട്. അപ്പൊ ഇത് അതിന്റെ 15 വാക്യം, ലേവ്യ പുസ്തകം 23:15. ശബത്തിന്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7ാമത്തെ ശബത്തിന്റെ പിറ്റന്നാൾ, അതായത് 7 ശബത്ത് എണ്ണുമ്പോൾ 7 7 49, 49ന്റെ പിറ്റേ ദിവസം 50. അപ്പൊ 50ാം ദിവസം. അത് പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്ക് സെപ്റ്റുജിന്റ് ഒക്കെ വന്നപ്പോഴാണ് പിന്നീട് പെന്തക്കോസ്ത് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനത്തിൽ വന്നതാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, 50ാം ദിവസം. അതായത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോരുന്നത് 1ാമത്തെ മാസമായ ആബീബ് മാസത്തിന്റെ 14ാമത്തെ ദിവസം പെസഹ ആചരിച്ചാണ് അവർ മിസ്രൈമിൽ നിന്ന് പോരുന്നത്. 3ാമത്തെ മാസത്തിലാണ് മോശ പർവ്വതത്തിൽ നിന്ന് കൽപ്പനയുമായിട്ട് ഇറങ്ങി വരുന്നത്. അതായത് ഇസ്രായേൽ ജനത്തെ
യഹോവയായ ദൈവം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മീറ്റ് ചെയ്ത ദിവസം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം ലഭിച്ച ദിവസം. അപ്പൊ അത് 50-ാം ദിവസമാണ്. അതായത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടിട്ട് 50-ാം ദിവസമാണ് ന്യായപ്രമാണം ലഭിച്ചത്. അപ്പം ദൈവം തങ്ങൾക്ക് പ്രമാണം നൽകിയ ആ ദിവസത്തെ അനുസ്മരിക്കുവാൻ അവർ വർഷം തോറും പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിച്ചു. മോശ പർവ്വതത്തിൽ നിന്ന് ആ നിയമത്തിന്റെ കൽപ്പലകയുമായി താഴേക്ക് ഇറങ്ങി വന്ന ഒന്നാമത്തെ പെന്തക്കോസ്തയുടെ അന്ന് 3000 പേർ വാൾ കൊണ്ട് വീണു, 3000 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ സെക്കൻഡ് പെന്തക്കോസ്തി, പരിശുദ്ധ റൂഹ കാത്തിരുന്ന അപ്പോസ്തല ഗണത്തിന്റെ മേൽ വന്നപ്പോൾ, പ്രമാണമല്ല പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 3000 പേർ മാമോദിസ സ്വീകരിച്ച് സഭയോട് ചേർന്നു, സഭയുടെ ജീവനിൽ പങ്കാളിയായി, ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കാളിയായി. അപ്പോൾ ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ 3000 പേർ വീണപ്പോൾ, 3000 പേർ കൊല്ലപ്പെട്ടപ്പോൾ, രണ്ടാമത്തെ പെന്തക്കോസ്തിയിൽ 3000 പേർ ജീവനിലേക്ക് കടന്നു. അത് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പിന്നീട് കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തി. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ പരിശുദ്ധ റൂഹായുടെ നിയന്ത്രണത്തിൽ യേശു കർത്താവ് പറഞ്ഞില്ല, ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പുസ്തകത്തിൽ എഴുതി വെക്കണമെന്നോ പുസ്തകം എഴുതാനുള്ള പ്രത്യേക സിദ്ധി നിങ്ങൾക്ക് തരുമെന്നോ പറഞ്ഞില്ല. എന്നാൽ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഒഹല്യാബിനെയും ബെസലേലിനെയും ഒക്കെ സമാഗമന കൂടാരത്തിലെ ശില്പവിദ്യകൾക്ക് വേണ്ടി പ്രത്യേകം എനേബിൾ ചെയ്യും എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുസ്തകം എഴുതാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് തരും എന്ന് യേശു കർത്താവ് പറഞ്ഞില്ല. മറിച്ച് ഐ വിൽ സെൻഡ് അനദർ കൗൺസിലർ, അനദർ കംഫോർട്ടർ, ഞാനൊരു ആശ്വാസപ്രദനെ അയക്കും, പാറക്കലീത്തയായ റൂഹ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പുസ്തകം എഴുതണമെന്നല്ല. പരിശുദ്ധാത്മാവ് പുസ്തകം എഴുതി ഒന്നാമത്തെ പ്രമാണത്തിലാണ്. ഇന്ന് പല ആളുകളും സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ് അക്ഷരത്തിന്റെ പഴക്കത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, ആ അക്ഷരം കൊല്ലുന്ന അക്ഷരത്തിന്റെ പിന്നിൽ പലരും അണിനിരക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവിനെ അയക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അക്ഷരം എവിടെയെല്ലാം അനുഗമിക്കപ്പെടുന്നോ അവിടെയെല്ലാം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അക്ഷരത്തിന്റെ പ്രമാണം കൊല്ലുന്ന പ്രമാണമാണ്. ഇന്ന് നമുക്കറിയാം, വളരെ ശക്തമായി പുസ്തകത്തെ പിൻപറ്റുന്ന മതങ്ങളുണ്ട്. കൊല്ലപ്പെടുകയാണ്. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ജീവിപ്പിക്കുന്നത്. അപ്പൊ പരിശുദ്ധ റൂഹ വന്നു. ഇറ്റ് വാസ് എ ഡേ ഓഫ് സെലിബ്രേഷൻ. കാരണം അവർ കാത്തിരുന്നത് ഒരു പുസ്തകത്തിന് വേണ്ടിയോ ഒരു അക്ഷരത്തിന് വേണ്ടിയോ ഒരാശയത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് തങ്ങളുടെ ഗുരുവും നാഥനുമായ കർത്താവ് തങ്ങളെ പറഞ്ഞു പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ പറഞ്ഞു കൊതിപ്പിച്ച ആ തൃത്വത്തിലെ മൂന്നാമത്തെ പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി, ആ പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ആ പരിശുദ്ധ റൂഹയാണ് വന്നത്, അല്ലാതെ ഒരു കൂട്ടം ഉപദേശങ്ങളോ ഒരു നീണ്ട പ്രബന്ധമോ കുറച്ച് കത്തുകളോ ഒന്നും അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് അതെല്ലാം എഴുതി കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു പേഴ്സൺ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന, നമ്മൾ ആ ശുശ്രൂഷയുടെ കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന പരിശുദ്ധ റൂഹ. അപ്പൊ 2 പെന്തക്കോസ്തിയാണ് നിൽക്കുന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ എന്ന് അവകാശപ്പെടുന്നവർ ഏത് പെന്തക്കോസ്തിയുടെ പിന്തുടർച്ചക്കാരാണെന്ന് സ്വയം പരിശോധിക്കണം. കാരണം പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ഒന്നാമത്തെ പെന്തക്കോസ്തി അക്ഷരത്തിന്റെ പെന്തക്കോസ്തിയാണ്. രണ്ടാമത്തെ പെന്തക്കോസ്തി ആത്മാവിന്റെ പെന്തക്കോസ്തിയാണ്. ഒന്നാമത്തെ പെന്തക്കോസ്തി
കൊല്ലുന്നതിൻ്റെയും കൊല്ലപ്പെടുന്നതിൻ്റെയും ദിവസമാണ്. എന്നാൽ രണ്ടാമത്തെ പെന്തക്കോസ്തി ജീവൻ നൽകുന്നതിൻ്റെയും ജീവിപ്പിക്കപ്പെടുന്നതിൻ്റെയും പെന്തക്കോസ്തിയാണ്. അപ്പം 2 പെന്തക്കോസ്തി ഉണ്ട്. യേശു കർത്താവ് ആ പ്രഭാതത്തിൽ തൻ്റെ അടുക്കിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പം അവിടെ 2 പെന്തക്കോസ്തി മീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ വിശുദ്ധ പ്രജ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹ അവിടെ ഇരിക്കുമ്പോൾ, ഒന്നാമത്തെ പെന്തക്കോസ്തിയാൽ നയിക്കപ്പെടുന്ന പരീശ കൂട്ടം ഈ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ 2 പെന്തക്കോസ്ത് പെരുന്നാളുകൾ അവിടെ മീറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പെന്തക്കോസ്ത് പറയുന്നു ഇവളെ മോശയുടെ പ്രമാണം അനുസരിച്ച്, അഥവാ ഒന്നാം പെന്തക്കോസ്തിൽ ലഭിച്ച പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ പെന്തക്കോസ്തിൽ താൻ പിതാവിനോട് ചോദിച്ച് അയക്കാനിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടിരിക്കുന്ന യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും മനസ്സലിവിൻ്റെയും പെന്തക്കോസ്ത്. ആ സ്നേഹത്തിൻ്റെ, ആ കരുണയുടെ, ആ മനസ്സലിവിൻ്റെ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആ ശുശ്രൂഷ, അത് നമ്മൾ കാണുന്നത്, ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടത് ഓർത്തഡോക്സ് തിയോളജിയിലാണ്. ഞാനിത് പിന്നെയും പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ടെങ്കിലും പറയാതിരിക്കാൻ കഴിയുകയില്ല. ഓർത്തഡോക്സ് സഭകളിൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ലോകത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലിറ്റർജി നിങ്ങളുടെ കൈവശമാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പരമാവധി പ്രതിഫലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ, ഗീതങ്ങൾ, അപേക്ഷകൾ എല്ലാം ആ ദൈവശാസ്ത്രത്തിലാണുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഉന്നതത്വം എല്ലാം വെളിപ്പെടുത്തുക, ദൈവത്തിൻ്റെ മുൻമത്വം എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്ന ആരാധന നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെ സ്നേഹിച്ചത്? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അപ്പൊ ദൈവം സ്നേഹിച്ചതുപോലെ ഈ ലോകത്തെ സ്നേഹിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ലോകത്തെ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ അങ്ങനെ കാണാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങളൊരു ഓർത്തഡോക്സ് കുർബാനയിലേക്ക് ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, അവർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സഭയിൽ വരാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അവിശ്വാസികൾക്ക് വേണ്ടി, ഇനി ക്രിസ്ത്യാനികളല്ലാതെ മരിച്ചുപോയവർക്ക് വേണ്ടി, ഹൈന്ദവരായ ആളുകൾ ഭൂരിപക്ഷം ആളുകളും വർഷത്തിലൊരിക്കൽ ആണ്ടുബലിയൊക്കെ അർപ്പിക്കാറുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ എല്ലാ വിശുദ്ധ കുർബാനയിലും ഞങ്ങളുടെ അക്രൈസ്തവരായിരിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പരേതരായ, നിങ്ങളുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയും എല്ലാ കുർബാനയിലും പ്രാർത്ഥിക്കുന്നൊരു സ്നേഹം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, ലോകത്തുള്ള സകല ആളുകൾക്ക് വേണ്ടി, അക്രൈസ്തവരായി മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രയറിലും. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൈവശാസ്ത്രവും ആരാധനാ സമ്പ്രദായവും വേറൊന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തെ മുഴുവൻ സാംശീകരിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയത്തുടിപ്പിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നത് പോലെ ലോകത്തെ സ്നേഹിക്കുവാൻ, ദൈവം കാണുന്നത് പോലെ മനുഷ്യനെ കാണുവാൻ കെൽപ്പു തരണമേ പരിശുദ്ധ റൂഹായേ എന്നുള്ള അപേക്ഷയാണ് ഈ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയിൽ നിങ്ങൾ കാണുന്നത്. ഈ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ അവസരമുള്ളവർ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന്. പ്രധാനമായും ഈ സൺഡേയിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നവർ മനസ്സിലാക്കണം, അല്പം ലെങ്തി ആയിട്ടുള്ള ശുശ്രൂഷയായിരിക്കും. 3 ഭാഗങ്ങളായിട്ട് കാണാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ ശുശ്രൂഷ, പിതാവിന്, പുത്രന്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് 3ആയിട്ട് ആ ശുശ്രൂഷകളെ തിരിച്ചിട്ടുണ്ട്. 3 ഭാഗത്തും വ്യത്യസ്തമായി 3 സെതറകളും 3 ഏവങ്കേലിയനുകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. വ്യത്യസ്തമായിട്ട് എല്ലാം 3 വീതം അവിടെ ചൊല്ലുന്നുണ്ട്. ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട്
തൃത്വ ആരാധന നടക്കുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ശിഷ്യന്മാരെ അനുസ്മരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവ് നൽകപ്പെടുകയല്ല, ദിസ് ഈസ് ഇൻഫില്ലിങ്. പരിശുദ്ധാത്മാവിലുള്ള ബാപ്റ്റിസം ഒരിക്കൽ മാത്രമാണ്, അതൊരിക്കലായിട്ട് എന്നേക്കുമായിട്ട് സംഭവിച്ചതാണ്. ഇത് ഇൻഫില്ലിംഗ് ആണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി, പുതുക്കപ്പെടലിനായി, റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഒരുങ്ങുന്നത്. സത്യമതാം വാഗ്ദത്തം ശ്ലീഹർക്കായി ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചോനേ ദേവാ, ദയ ചെയ്തിടണമേ. നിർമ്മലരോഹായി ധന്യശ്ലീഹ ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചോ നേ ദേവാ, ദയ ചെയ്തിടണമേ. വിമലാത്മൻ ശ്ലീഹന്മാരിലിറങ്ങി അവരെ വാഴ്വിൻ നിറവുള്ളോരാക്കി ദേവാ, ദയ ചെയ്തിടണമേ. പ്രേക്ഷിപ്പിച്ച പരിശുദ്ധാത്മാത്തെ ഞങ്ങൾക്കുൾക്കൺ തെളിവേകുക ദേവാ, ദയ ചെയ്തിടണമേ. വിമലത ഞങ്ങൾക്കേവർക്കും നൽക രക്ഷകനേ നിൻ ജീവദരൂഹായാൽ ദേവാ, ദയ ചെയ്തിടണമേ. ശുദ്ധിയും ശിഷ്യസമൂഹത്തിനായി തീനാവുകളെ പാകം ചെയ്തോനേ ദേവാ, ദയ ചെയ്തിടണമേ. സംവൃതരാം ശ്ലീഹർക്കെരുതിനായി പരിശുദ്ധാത്മാവിനെ ഭാഗിച്ചോ നേ ദേവാ, ദയ ചെയ്തിടണമേ. സുവിശേഷം ഘോഷിപ്പാൻ റൂഹായ ശ്ലീഹന്മാരെ വിജ്ഞാനികളാക്കിയ ദേവാ, ദയ ചെയ്തിടണമേ. ബാറക്കുമോ മെൻവോലം വാദാമുൽവോലം ഉൽമീനാമേ. ഇപ്പം സുവിശേഷം ഘോഷിപ്പാൻ ശ്ലീഹന്മാരെ വിജ്ഞാനികളാക്കിയ ദേവ, ദയ ചെയ്തിടണമേ. എന്ത് സുവിശേഷമാണ്? ദ ട്രൂ ഗോസ്പൽ, ദ അൺആൾട്ടേർഡ് ഗോസ്പൽ, ദ ഗ്ലോറിയസ് ഗോസ്പൽ, ദ ഗോസ്പൽ ഓഫ് ലവ്, ഇറ്റേണൽ ഗോസ്പൽ, നിത്യ സുവിശേഷം, സമഗ്ര സുവിശേഷം, സാർവത്രിക സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം, മാലിന്യം കലരാത്ത സുവിശേഷം. ആ സുവിശേഷം എന്താണ്? ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. ആ സുവിശേഷം പറയാൻ അതാണ് പരിശുദ്ധ റൂഹ വന്ന് നിറഞ്ഞ ശിഷ്യന്മാർ പ്രഘോഷിക്കുകയാണ്. അപ്പൊ ആ സുവിശേഷം പറയണമെങ്കിൽ ദൈവം സ്നേഹിക്കുന്നത് പോലെ മനുഷ്യനെ സ്നേഹിക്കുവാൻ, ദൈവം കാണുന്നത് പോലെ ലോകത്തെ കാണുവാൻ, അതിനെയാണ് ഹീലിംഗ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത്. അതിനാണ് ചർച്ച്, അതിനാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിട്ട് എന്തിനാണ്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഓർത്തഡോക്സ് സഭകളിലെ സുറിയാനി സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കുള്ള അവരെ ഗിൽറ്റ് കോൺഷ്യസ് കൊടുക്കുന്നതാണ് ഇവാഞ്ചലിക്കൽ വേൾഡ്. നിങ്ങൾ സുവിശേഷ പേരയിൽ തൽപരരല്ല, യു ആർ ഗിൽറ്റി ഓഫ് നോട്ട് ഡൂയിങ് ഇവാഞ്ചലൈസേഷൻ.
ഇവാഞ്ചലൈസേഷൻ എന്നത് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. മതപ്രചരണം എന്ന നിലയ്ക്കാണ്. മതപ്രചരണമല്ല ഇവാഞ്ചലൈസേഷൻ. പക്ഷേ നിർഭാഗ്യവശാൽ വെസ്റ്റേൺ വേൾഡ് നടത്തുന്നത് മതപ്രചരണമാണ്. സുവിശേഷീകരണം അവർ നടത്തിയിട്ടില്ല. സുവിശേഷമല്ല അവർ കൈകാര്യം ചെയ്യുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ ആണ് യഥാർത്ഥ സുവിശേഷം. അതാണ് സുറിയാനി സഭയുടെ സുവിശേഷം. അപ്പൊ ഈ ദൈവശാസ്ത്രത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ദൈവശാസ്ത്രത്തിൽ, അതായത് അപ്പോഫാറ്റിക് തിയോളജിയുമുണ്ട്, കാറ്റഫാറ്റിക് തിയോളജിയുമുണ്ട്. നിങ്ങളെ പേര് കേൾക്കുമ്പം അത്ര പ്രയാസപ്പെടണ്ട. അപ്പോഫാറ്റിക് തിയോളജിയുമുണ്ട്, കാറ്റഫാറ്റിക് തിയോളജിയുമുണ്ട്. അപ്പോഫാറ്റിക് തിയോളജി നെഗറ്റീവ് തിയോളജിയും കാറ്റഫാറ്റിക് തിയോളജി പോസിറ്റീവ് തിയോളജിയുമാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പ്രധാനമായും പിടിച്ചിരിക്കുന്നത് അപ്പോഫാറ്റിക് തിയോളജിയാണ്. അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളിപ്പോൾ ഓർക്കും നെഗറ്റീവ് ആണോ പിടിച്ചിരിക്കുന്നത്? യെസ്, നെഗറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഓംനിപ്രസന്റ്, ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. ഗോഡ് ഈസ് ഇൻഫിനിറ്റ്, ഗോഡ് ഈസ് ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഗോഡ് ഈസ് നോട്ട് ഫൈനൈറ്റ്. ഗോഡ് ഈസ് സ്പിരിച്വൽ, ഗോഡ് ഈസ് സ്പിരിറ്റ്, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് നോട്ട് എ ഫിസിക്കൽ ബീയിങ്. അതാണ് നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് അപ്പോഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് നോട്ട് ഫിസിക്കൽ ബീയിങ്. ഗോഡ് ഈസ് നോട്ട്, ഞാനൊരു ഫിസിക്കൽ ബീയിങ് ആണ്, നിങ്ങളൊരു ഫിസിക്കൽ ബീയിങ് ആണ്, ബട്ട് ഗോഡ് ഈസ് നോട്ട് ഫിസിക്കൽ ബീയിങ്. അപ്പൊ ഈ അപ്പോഫാറ്റിക് തിയോളജിയാണ് യേശു കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയോട് പറയുന്നത്, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ഈ അപ്പോഫാറ്റിക് തിയോളജിയാണ് അബ്രഹാം ധനവാനോട് പറയുന്നത്, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും അവർ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ദേ ഫോളോ കാറ്റഫാറ്റിക് തിയോളജി. അപ്പൊ അവർ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന കാറ്റഫാറ്റിക് അപ്രോച്ച്. അതാണ് തോമസ് പറഞ്ഞത്, ഞാൻ കണ്ടല്ലാതെ, ഞാൻ അവനെ തൊട്ടല്ലാതെ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈ ഇട്ടല്ലാതെ. അപ്പൊ അപ്പോഫാറ്റിക് അപ്രോച്ച്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വലിയ ഇലവ് മരം ഇങ്ങനെ നിൽക്കുകയാണ്. എക്സാമ്പിൾ ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. അപ്പം താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മരത്തിന്റെ വേരുകളും തടിയുടെ ഘടനയും തൊലിയുടെ നിറവും ഒക്കെ കാണുമ്പോൾ ഇത് ഇലവ് മരമാണ്, പക്ഷെ ഭയങ്കര പൊക്കം, 200 അടി പൊക്കത്തിലേക്ക് പോയിരിക്കും. ആ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല, പക്ഷേ ചില്ലകൾ ഈ താഴെ ഭാഗമാണ്. ഇതാണ് കാറ്റഫാറ്റിക്. അങ്ങ് മുകളിലോട്ട് പോകുന്നതാണ് അപ്പോഫാറ്റിക്. ഇപ്പം ഞാൻ നാളെ അപ്പോഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഇലവ് മരം എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ പറയരുത്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉള്ള അറിവാണ്. അപ്പൊ ഈ കാറ്റഫാറ്റിക് തിയോളജി എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാം? അത് പ്രീച്ചിങ് ആണ്. പ്രസംഗിക്കും. ഇവാഞ്ചലിക്കൽ വേൾഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രസംഗത്തിനാണ്. പ്രസംഗിക്കുക. ഇപ്പം സെർമൺ ഔട്ട്ലൈൻസ് ഉണ്ടാക്കുക, ബ്യൂട്ടിഫുൾ സെർമൺ, എലക്വൻസി അല്ലേ. ഇപ്പം ഹെർമിനോട്ടിക്സ് ആൻഡ് ഹോമിലിറ്റിക്സ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് റെട്ടറിക്. അപ്പം പ്രസംഗശാസ്ത്രം, പ്രസംഗ വൈഭവത്തിന്റെ ഒരു പ്രദർശനം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? ഇവിടെ ഭയങ്കര ബാഡ് വെതറാണ്, മൊത്തം ഇരുണ്ട്, അതിഭയങ്കര മഴയാണ് രാവിലെ തൊട്ട്, റോഡൊക്കെ ഓൾമോസ്റ്റ് ഫ്ലഡഡ് ആണ്. സോ ഞാൻ ബൈ ദ വേ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ പ്രസംഗിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഗോൾ എന്താണ്? ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുമ്പോ ഈ പുള്ളി പറയുന്നത് കേട്ടിട്ട് എന്നാ ഒരു പോയിന്റ് എഴുതി പോയി പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് എതിരായിട്ട് നമുക്കൊരു പ്രസംഗം. പ്രസംഗിക്കുക എന്നുള്ള ഒരു ഗോളാണ്. അത് അപ്പോഫാറ്റിക് കാറ്റഫാറ്റിക് അപ്രോച്ചാണ്. അപ്പൊ കാറ്റഫാറ്റിക് അപ്രോച്ച് വരുമ്പോഴേക്കും അവർക്ക് എല്ലാത്തിനും വാക്യം വേണം. 1 ശമൂവേൽ 6:3, ന്യായാധിപന്മാരുടെ പുസ്തകം 4:5, മത്തായി 8:6, ലൂക്കോസ് 7:5. കാരണം കാറ്റഫാറ്റിക് ആണ്. എല്ലാം വെരി ഡോക്യുമെന്റഡ് എവിഡൻസ് വേണം, പ്രസംഗിക്കണം. അതിന് കാറ്റഫാറ്റിക് എല്ലാം ക്ലിയർ ആണ്, വെരി വെൽ നോൺ. തെളിവുണ്ടോ? അതിന് ആ വാക്യം, ഈ വാക്യം, വെളിപ്പാട് 6:5 നോക്ക്, ആവർത്തനം 5:3 നോക്ക്. ഇതാണ് കാറ്റഫാറ്റിക്. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ.
നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ആണ് കാറ്റഫാറ്റിക് തിയോളജി. സുറിയാനി സഭ കാറ്റഫാറ്റിക് തിയോളജി ഉണ്ട്, ബട്ട് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോഫാറ്റിക് തിയോളജിയിലാണ്. ഈ അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറയുമ്പോൾ കാറ്റഫാറ്റിക് തിയോളജി ഉപയോഗിക്കുന്നത് പ്രസംഗിക്കാനാണെങ്കിൽ അപ്പോഫാറ്റിക് തിയോളജി വർഷിപ്പാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയ്ക്ക് ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളത്. ആരാധനയാണ് ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് തൃത്വത്തിലുള്ള ആരാധന, തൃത്വാരാധന. അവിടെയാണ് കോൺസെൻട്രേഷൻ. ഇത് രണ്ട് അപ്രോച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ ഇത് പഠിക്കാൻ പോയാൽ നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടും. കാരണം ഗൂഗിളിലൊക്കെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നതെല്ലാം കൂടുതലും പ്രത്യേകിച്ച് സുറിയാനി സഭ ആ കാര്യത്തിൽ വിമുഖതയുള്ളവരാണ്. സത്യം വാങ്ങുക എത്ര വേണ്ടത്, വിൽക്കുകയല്ല. അതുകൊണ്ട് സുറിയാനി സഭയുടെ പുസ്തകങ്ങൾ പോലും വിപണി കിട്ടാനില്ല. ഈവൻ തർജ്ജിമ ചെയ്യാത്ത പുസ്തകങ്ങൾ തന്നെ ധാരാളമുണ്ട്. കാരണം ഒരു സായിപ്പിനെ സംബന്ധിച്ച് ഒരു പോയിന്റ് കിട്ടിയാൽ മതി, അവൻ ആ ഒരു പോയിന്റ് വെച്ച് 4 പുസ്തകം ഇറക്കും സീരിയസ് ആയിട്ട്, 10 മില്യൺ വെച്ച് വിൽക്കും. കാരണം സത്യം വിൽക്കുകയാണ്. സത്യമൊന്നുമല്ല, ഒരു സത്യത്തിന്റെ കണികയെങ്കിലും. പക്ഷെ ഇവിടെ റിച്ചസ് ആണ് നിൽക്കുന്നത്. അവര് അത് പബ്ലിഷ് ചെയ്യുന്നില്ല, ആളുകളെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. സത്യം വിൽക്കുകയല്ല, വാങ്ങുകയാണ് വേണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയി ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഫാറ്റിക് അപ്രോച്ച് ഓഫ് തിയോളജി, അപ്പോഫാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നിയോ പ്ലാറ്റോണിസം, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ലൈവ് ഒക്കെ ചെയ്തു, വീഡിയോ ഒക്കെ ഇറക്കി. അപ്പം അദ്ദേഹമൊക്കെ ഇങ്ങനെ ഗൂഗിൾ ചെയ്തിട്ടാണ് നിയോ പ്ലാറ്റോണിക്. അപ്പൊ ആക്ച്വലി നിയോ പ്ലാറ്റോണിക് ഇൻഫിൽട്രേഷൻ ഇൻ ടു ദ ക്രിസൻഡം, ഇറ്റ്സ് എ മിക്സർ ഓഫ് നിയോ പ്ലാറ്റോണിസം ആൻഡ് ജുഡയ ക്രിസ്ത്യൻ സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞപ്പം അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്ന നോസ്റ്റിസിസമാണ്. നോസ്റ്റിസിസം ഇന്ന് നോസ്റ്റിസിസത്തോടെ ഏറ്റവും, ഇഫ് വി സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോസ്റ്റിസിസം, പെൻഡക്കോസ്റ്റൽ സഭയാണ് നോസ്റ്റിസിസവുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് പോകുന്നത്. അത് ഞാൻ മറ്റൊരു ദിവസം ലൈവിൽ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് നോസ്റ്റിക് വ്യൂ, ഡൊസറ്റിസം ആൻഡ് നോസ്റ്റിസിസം അത് പെൻഡക്കോസ്റ്റൽ ചർച്ചിലാണ്, പെൻഡക്കോസ്റ്റുകാരുടെ ഡോക്ട്രിനിലാണ് കൂടുതൽ ക്ലോസ് ആയിട്ട് പോകുന്നത്. എന്നാൽ ഓർത്തഡോക്സ് തിയോളജി അല്ലെ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയായ രീതി മനസ്സിലാക്കത്തുണ്ട്. നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അപ്പോഫാറ്റിക് തിയോളജിയിൽ ദ ട്രാൻസെൻഡൻസ് ഓഫ് ഗോഡ്, ട്രാൻസെൻഡൻസ്, പരിക്രമണം, ദൈവത്തിന്റെ പരിക്രമണം. ഈ പരിക്രമണം, ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവ്യവഹാരാതീതമായ അല്ലെ ഭാവാതീത സഞ്ചാരത്തിന്റെ പാതകളെ വെട്ടിത്തുറക്കുന്ന ആരാധനയിലേക്ക് അനുവാചകനെ ഉയർത്തുന്ന ദൈവശാസ്ത്ര സമ്പ്രദായമാണ് ഈ അപ്പോഫാറ്റിക് തിയോളജി. അത് മിസ്റ്റിസിസം എന്ന് പറയും. അപ്പൊ അപ്പോഫാറ്റിക്കിനകത്താണ് ഈ മിസ്റ്റിസിസം വരുന്നത്. അപ്പൊ അവിടെയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണം, വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥം, ഇതെല്ലാം വരുന്നത് ഈ അപ്പോഫാറ്റിക് തിയോളജിയിലാണ്. അപ്പോഴാണ് ഇവര് കൈപ്പുസ്തകവും കൊച്ചു പെൻസിലായിട്ട് വാക്യമുണ്ടോ, എവിടെയാണാ വാക്യം? കാറ്റഫാറ്റിക് പ്രസംഗിക്കാൻ കൊള്ളാം. അപ്പൊ അത് ദ ട്രാൻസെൻഡൻസ് ഓഫ് ഗോഡ് ആണ്, ദി ഇമ്മാനന്റ് ഗോഡ്. അപ്പം ഇമ്മനൻസ് ഓഫ് ഗോഡ് ആണ്, അതാണ് കാറ്റഫാറ്റിക്കിന്റെ വിഷയം. അതായത് ഗോഡ് ഈസ് നോവബിൾ, ഗോഡ് ഈസ് നോവബിൾ, ഗോഡ് ഈസ് നോവബിൾ എന്നുള്ളതാണ് കാറ്റഫാറ്റിക്. ഗോഡ് ഈസ് അൺനോവബിൾ, അതാണ് അപ്പോഫാറ്റിക്. അതാണ് സുറിയാനി സഭ ഹോൾഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഇൻഹെറിറ്റൻസ്. അതിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അതിന്റെ ആഴം, ദൈവത്തിന്റെ സ്നേഹം, അതിന്റെ ഉയരം, അതിന്റെ വീതി, അതിന്റെ ആഴം, അതിന്റെ നീളം, അപ്രമേയ ധനം. എത്ര സ്ഥലത്താണ് പൗലോസ് അപ്പോസ്തലൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന അറിയാമോ? അപ്പോഫാറ്റിക്, അതാണ് എഴുതിയിരിക്കുന്നത്. ആ അപ്പോഫാറ്റിക് ദൈവശാസ്ത്രത്തിന്റെ സൂചനയാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ കഴിയുകയില്ല.
എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഫാറ്റിക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഞാനും പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കൂട്ടായ്മ, ഞങ്ങളുടെ കുടുംബം. കുറച്ചൊക്കെ പറഞ്ഞു, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നിട്ട് യേശു കർത്താവ് പറയുക, ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ കഴിയില്ല, നിങ്ങൾക്കത് താങ്ങാൻ കഴിയുകയില്ല. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ എൻലൈറ്റ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയാണ്. ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് കിട്ടിയ സഭാപിതാക്കന്മാർ നമുക്ക് കൈമാറിയതാണ് പാരമ്പര്യങ്ങൾ. ആ പാരമ്പര്യങ്ങളിലാണ് ഈ വർഷിപ്പ് മുഴുവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാർത്ഥനയിലേക്ക് പോകേണ്ട സമയമായി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്തുതിയും സ്തോത്രവും പ്രാവുമ്പോൾ ചിമ്മഞ്ഞോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിന്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദ്യന്തനും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യേക ദൈവമാകുന്നു. ഗ്നൂമ കൂടാതെ അവനൊരു നാമമില്ല. ഒരു ഗ്നൂമ മറ്റൊരു ഗ്നൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലിപ്പത്തിലോ ചെറുപ്പത്തിലോ കുനൂമാകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. ഈ യാതൊരു ഗ്നൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാകുന്നു. തനിക്ക് പെന്തക്കോസ്ത് ശുശ്രൂഷയുടെ ഒന്നാം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമത്തെ പ്രുമിയോനാണ് നമ്മൾ കേട്ടത്. സോ വണ്ടർഫുൾ. പരിശുദ്ധ റൂഹായെ കുറിച്ച് ഉള്ള ഒരു മുഖവുര പറയുകയാണ്. നിങ്ങൾ സൺഡേ പോകുമ്പം ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അതിൻ്റെ ആ താഴത്തെ ലെവലിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നമ്മളത് ഇവിടം വരെ വരുമ്പോഴേക്കത് കാറ്റാഫാറ്റിക് ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ മേൽത്തലത്തിലുള്ള ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ബന്ധവും അത് ആരാധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാർത്ഥന വരുമ്പോൾ പറയുന്നുണ്ട്, തൃത്വത്തിലുള്ള ആരാധന, സത്യാരാധന എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ബോധപ്പെടുത്തണമേ. അപ്പൊ അവിടെ പറയാണ്, അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യദൈവമാകുന്നു.
അപ്പം അടുത്തത് നമ്മൾ അതിൻ്റെ സെതറ കേൾക്കുകയാണ്. നിങ്ങൾ ലിസൺ ചെയ്യുക. അദൃശ്യനും അപ്രമേയനും അനാദ്യനും അപരിമിതനുമായ ദൈവമേ, നീ ഏക സാരാംശമായി അറിയപ്പെടുന്നു. 3 വിശുദ്ധ ഗ്നൂമാകളായി വിവേചിക്കപ്പെടുകയും ചെയ്യുന്നു. സകല വിവേക പ്രകൃതികളും 3 പ്രത്യേക ലക്ഷണങ്ങളോടുകൂടെ നിന്നെ കുറിച്ച് ഗ്രഹിക്കുന്നു. ഏകദൈവമായ നീ 3 വന്യഗ്നൂമാകളായി അറിയപ്പെടുന്നു. ശ്രേഷ്ഠമായ ഏക സാരാംശത്തോടും അനാദിന്തമായ ഏക സ്വഭാവത്തോടും കൂടി പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 പൂർണ്ണ ഗ്നൂമാകളടങ്ങിയ പരിപൂർണ തൃത്വമായ സത്യേക ദൈവമാകുന്നു. പിതാവാം ദൈവമേ, നിന്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ടവനും തന്നെ സ്വതന്ത്ര ബുദ്ധി മൂലം പിശാചാരാധനയിലേക്ക് വശീകരിക്കപ്പെട്ടു പോയവനുമായ മനുഷ്യനെ നവീകരിക്കുവാൻ നിനക്ക് തിരുവിഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനമായ പുത്രനെ നീ കൽപ്പിച്ചയച്ചുവല്ലോ. അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്ന് ദൈവത്വത്തിന്റെ വ്യാഖ്യാനാതീതാവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും നിന്നെയും അവൻ നിന്നിൽ നിന്നുള്ളവനാകുന്നു എന്നതിനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ ജ്ഞാനത്തിന്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്വത്തിലെ 3ാമത്തെ പ്രകാശത്തെക്കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് പരിശുദ്ധ റൂഹ എന്ന ഗ്നൂമായാകുന്നു. പിതാവേ, അവൻ നിന്നിൽ നിന്ന് വ്യാഖ്യാനനീതമായ നിലയിൽ പുറപ്പെടുന്നു. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു, രാജകീയ റൂഹായാകുന്നു, ഉത്തമ റൂഹായാകുന്നു, ജ്ഞാനത്തിന്റെയും റൂഹായും പരാക്രമത്തിന്റെ റൂഹായും അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. റൂഹ അവിഭാജ്യനാകുന്നു. റൂഹ സംഖ്യാതീതനാകുന്നു. റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു. റൂഹ സ്നേഹന്മാർക്ക് ജ്ഞാനം നൽകുന്നു. റൂഹ സഹതന്മാർക്ക് ബലം നൽകുന്നു. റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു. റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു. റൂഹ ബലവാനാകുന്നു. റൂഹ സർവശക്തനാകുന്നു. റൂഹ പ്രകൃതിയ നിർമ്മലനും വിവിധതര വ്യാപാരങ്ങളോടുകൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു. സാരാംശത്തിൽ നിന്നോടും നിന്റെ ഏകപുത്രനോടും ഒന്നായിരിക്കുന്നവനുമാകുന്നു. അവൻ ന്യായപ്രമാണവും ദീർഘദർശിമാരും സ്ലേഹന്മാരും വഴിയായി സംസാരിച്ചവനാകുന്നു. അവൻ സകലത്തിലും സമീപസ്ഥനും സകലത്തെയും പൂർണ്ണമാക്കുന്നവനുമാകുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ദാസനെ പോലെയല്ല, അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു. വിശുദ്ധ സ്ലീഹന്മാരിൽ അവൻ ആവസിച്ച ഈ ശ്രേഷ്ഠമായ പെന്തിക്കൊസ്തി പെരുന്നാൾ ദിവസത്തിൽ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ. അവന്റെ വിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല പാപദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങളെ നിന്റെ തിരുനിവാസത്തിന് നിർമ്മല മന്ദിരങ്ങളും ഭവനങ്ങളുമായി നിയമിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ ഉഗ്രതയ്ക്ക് കീഴ്പ്പെടാത്തവരാക്കി തീർക്കണമേ. വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വിശ്വാസികളായ പരേതർക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നല്ല ഓർമ്മയും സന്തോഷകരമായ ആശ്വാസവും നൽകണമേ. എന്തെന്നാൽ സർവാധിപതിയായ പിതാവാം ദൈവമേ, നീയും
സകലത്തെയും ജീവിപ്പിക്കുന്നവനായ നിന്റെ ഏകപുത്രനും സകലത്തിലും ഭാഗ്യവാനും വന്നിനും ജീവദായകനും സാരാംശത്തിനൊക്കെ സമനമായ നിന്റെ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്നുവല്ലോ. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. അതാണ് ഒന്നാമത്തെ ക്രമത്തിലെ ഭൂമിയോൻ സദറയാണ് നമ്മൾ കേട്ടത്. തിയോളജിക്കലി സൗണ്ട് ആൻഡ് ഡീപ്പ്. പരിശുദ്ധ റൂഹായും പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തെ വിശദീകരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഡിവൈൻ ലിറ്റർജി എന്ന് പറയുമ്പോൾ ഇത് ഹൈലി മെലോഡിയസ് ആണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ഭാവാതീതത്വത്തിലേക്ക് പോവാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ സുറിയാനി ആരാധനയുടെ പാരമ്പര്യത്തിൽ ഈ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സുകൾക്ക് വലിയ പ്രാധാന്യമില്ല. എന്ന് പറഞ്ഞാൽ ഡ്രംസിന് തുകൽ വാദ്യങ്ങൾ, ഈ തുകൽ വാദ്യങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതൊരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തുകലെടുത്ത് വലിച്ചു കെട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ബലിയ, രക്തം ചീന്തുകയാണ്. ആ തുകല് വലിച്ചു കെട്ടിട്ട് ആ തുകലിലാണ് അടിക്കുന്നത്. അതടിക്കുമ്പോൾ അതിൻ്റെ രക്തമാണ് സംസാരിക്കുന്നത്. അപ്പം അതൊരു രൗദ്രഭാവമാണ് അങ്ങനെയുള്ള തുകൽ വാദ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. രാക്ഷസഭാവം. അതുകൊണ്ട് യുദ്ധങ്ങളിലാണ് താളവാദ്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. യുദ്ധങ്ങളിൽ ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കുക. യെശയ്യാപ്രവചനം 30-32 വാക്യം. യഹോവ അവനെ വിധിദണ്ഡു കൊണ്ട് അടിക്കുന്ന ഓരോ അടിയോട് കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുണ്ടായിരിക്കും. അവൻ അവരോട് തകർത്തു പടവിട്ടു. അപ്പം ഒരു ബിബ്ലിക്കൽ ആരാധനയിൽ, പ്രതി ഇസ്രായേലിന്റെ ആരാധനയിലും അങ്ങനെ തുകൽവാദ്യങ്ങൾ ഉപയോഗിക്കത്തില്ല. അവരുടെ താളങ്ങൾക്ക് മണികളുണ്ടായിരുന്നു. പുരോഹിതന്റെ വസ്ത്രത്തിൽ പോലും മണികളുണ്ടായിരുന്നു. മണികൾ ചേർന്ന് തട്ടുമ്പോൾ, പരസ്പരം ഉരുമുമ്പോൾ ആ മണിശബ്ദം കേൾക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സുറിയാനി സഭയിലെ ഈ മറുഹസ കാണുന്നത്. മറുഹസ എന്ന് പറഞ്ഞാൽ മണികൾ കിളിക്കുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം ബിബ്ലിക്കൽ പാറ്റേണിലാണ് വർഷിപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. അല്ലാതെ അൺബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ നോൺ ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ആന്റൈ ബിബ്ലിക്കലായിട്ട് ഡ്രം ഇട്ടടിക്കുകയല്ല. പാരമ്പര്യത്തെ പുച്ഛിക്കുന്നവരുണ്ട്, പാരമ്പര്യത്തെ പരിഹസിക്കുന്നവരുണ്ട്, പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഇത് ദൈവത്തെ ആരാധിക്കാൻ ഡ്രം അടിക്കുന്ന പാരമ്പര്യം എവിടെയാണ്? അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് വന്നതാണ്. ആൻസെസ്റ്റർ വർഷിപ്പാണ്. ഭൂതങ്ങൾക്കുള്ള ബലിയും നൃത്തങ്ങളുമാണ്. അതിന്റെ താളമാണ് ചടുല താളങ്ങൾ. അപ്പൊ ഈ ചടുല താളം എന്ന് പറഞ്ഞാൽ രാക്ഷസ ഭാവത്തെയാണ് ഉണർത്തുന്നത്, സാത്വിക ഭാവത്തെ അല്ല. അതാണ് നമ്മൾ കാണുന്നത്. പെന്റക്കോസ്റ്റ് സഭകളിൽ നിങ്ങൾ കാണുന്നത് ഡ്രം ഇല്ലെങ്കിൽ അവിടെ ആത്മാവ് വരത്തില്ല. അപ്പൊ ഡ്രമ്മിന്റെ അകമ്പടിയോടുകൂടെ മാത്രം ഡിസെൻഡ് ചെയ്യുന്ന സ്പിരിറ്റ് എന്ത് സ്പിരിറ്റാണ്? അത് യുദ്ധത്തിന്റെ സ്പിരിറ്റാണ്. പിന്നെയുള്ളത് പ്രവചിക്കാൻ സമയത്ത് ഡ്രം അടിക്കാൻ, പ്രവചിക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. 1 ശമൂവേൽ, ഇപ്പൊ ഒരു പോസിറ്റീവ് പറയാം. 1 ശമൂവേൽ 10-5 വാക്യം. അതിന്റെ ശേഷം നീ ഫെലിസ്തീയരുടെ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഈ പ്രവാചകഗണം ആരാണ്? ഫെലിസ്തീയരുടെ പട്ടാളം അവിടെയുണ്ട്. അതുകൊണ്ട് ഈ പട്ടാളമുള്ളപ്പോൾ ബാൻഡ്, ഈ മാർച്ചിങ് ബാൻഡ്, അതെല്ലാം മിലിറ്ററി ബാൻഡാണ്. അപ്പൊ ഈ മിലിറ്ററി ബാൻഡാണ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് നടക്കുന്നത്. യുദ്ധം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം. അവർ തന്നെ അത് ക്ലെയിം ചെയ്യുന്നുണ്ട്, അല്ലെ അക്നോളജ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കുക, പെന്റക്കോസ്റ്റ് സഭകളിൽ നടക്കുന്നത് യുദ്ധമാണ്. അത് ഡ്രം അടിക്കുന്നതിന് വേണ്ടിയാണ്. അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ പെന്റക്കോസ്റ്റ് സഭ IPCയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ദേവദാസൻ ആദരണീയനായ പാസ്റ്റർ KM ജോസഫ് തൻ്റെ പ്രസംഗത്തിൽ, കുമ്പനാട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടേപ്പ് യൂട്യൂബിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു യുദ്ധമാണ്. അവിടെ മാർച്ചിങ് സൗണ്ട് കേൾക്കുന്നത് നമ്മൾ ഫൈറ്റ് ചെയ്യാണ്. യെസ്, യുവർ ചർച്ച് ഈസ് ഇൻ ഫൈറ്റ് മോഡ്. ഫ്ലൈറ്റ് മോഡല്ല, ഫൈറ്റ് മോഡ്. അപ്പൊ അത് ഫൈറ്റ് മോഡിൽ ഇട്ടിട്ടുള്ള വർഷിപ്പാണ്. പക്ഷേ സുറിയാനി സഭയുടെ ആരാധന ഈ ഫൈറ്റ് മോഡില്ല. നിർഭാഗ്യവശാൽ ഞാൻ യൂട്യൂബിൽ കാണുന്ന വീഡിയോകളിൽ ഓർത്തഡോക്സ് സഭകളുടെയൊക്കെ പല കൊയർ ഗ്രൂപ്പുകാരും ഡ്രമ്മൊക്കെ അടിച്ച് പാടുന്നുണ്ട്, ബീറ്റൊക്കെ ഉപയോഗിച്ച്. ദാറ്റ് ഈസ് നോട്ട് ഓർത്തഡോക്സി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പെന്റക്കോസ്റ്റൽ ഇൻഫിൽട്രേഷനാണ്. അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞാൽ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഈ പറയുന്നത്, ഈ ഡ്രം അടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? സ്പിരിറ്റ് വന്നിട്ട് ആളുകൾ പ്രവചിക്കുകയാണ്. അപ്പൊ പൂജാഗിരിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വരികയാണ്. അപ്പൊ നീ എന്ത് ചെയ്യും? നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. നീയും അവരുടെ കൂടെ പോയി പ്രവചിക്കും. അവർ അവിടെ ഗിരിയെങ്കിലെത്തിയപ്പോൾ പ്രവാചകഗണം ഇതാ അവനെതിരെ വരുന്നു, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു, അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. കീശിന്റെ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. അങ്ങനെ ശൗലും പ്രവാചക ഗണത്തിലുണ്ടെന്നുള്ളത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. അപ്പൊ ആ സ്ഥലത്ത് ഭയങ്കര ഡ്രമ്മടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രം അടിക്കുമ്പം ഒരു പ്രവചനത്തിന്റെ സ്പിരിറ്റ് ഉണ്ടാവും. നിങ്ങൾ ബൈബിള് സ്റ്റഡി ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യുക. നോക്കിക്കഴിയുമ്പോൾ പ്രവാചകന്മാരിൽ, ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലൊക്കെ ആയിരുന്ന പ്രവാചകന്മാരിൽ 90% വ്യാജത്തിന്റെ ആത്മാവിലാണ് പ്രവചിച്ചിട്ടുള്ളത്. ദാസ് സേസ് ദ ലോർഡ് എന്ന് പറഞ്ഞ പോലും വ്യാജത്തിന്റെ ആത്മാവിലാണ്. കാരണം വ്യാജത്തിന്റെ ആത്മാവ് ഈ താളാത്മകതയിൽ പെട്ടെന്ന് വ്യാപരിക്കും. ദിസ് ഇസ് എ സ്പിരിച്വൽ സീക്രട്ട്. അതായത് താളാത്മകതയിൽ പെട്ടെന്ന് വരുന്നത് വ്യാജത്തിന്റെ ആത്മാവാണ്. അതിന് പുതിയ നിയമത്തിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. കാരണം തെസ്സലോനിക്കക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നെ അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയച്ചു കൊടുക്കും, അവർ ബോഷ്ക്ക് വിശ്വസിക്കുമാർ. ഇപ്പം ശൗല് പ്രവചിച്ചത് ഒറിജിനൽ സ്പിരിറ്റ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ശൗല് പ്രവചിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലിസ്ത്യ പട്ടാളത്തിന്റെ താളം ഉപയോഗിച്ച് അവിടെ പ്രവചിക്കുന്ന ജാതീയ പ്രവാചകന്മാർ. നിങ്ങൾ അവിടെ നോക്ക്, 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ അവിടെ പട്ടണത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരി ആരുടെ? യഹോവയായ ദൈവത്തിന്റെ ഗിരിയാണോ? യഹോവയായ ദൈവം എവിടെയാണ് അങ്ങനെ ഒരു ഗിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്? നോ, അതൊരു ജാതീയ ആരാധനാ കേന്ദ്രമാണ്. അപ്പൊ ആ ദൈവഗിരിക്ക് എത്തുമ്പം അവിടെയുള്ള ആളുകൾ ഈ ഡ്രമ്മൊക്കെ ഉപയോഗിച്ച് പ്രവചിക്കുന്നുണ്ട്. നീയും അവരുടെ കൂടെ ചേർന്ന് പ്രവചിക്കും. നീയും അവരുടെ കൂടെ ചേർന്ന് പ്രവചിക്കും. അപ്പം ഇത് ബോഷ്ക്ക് വിശ്വസിക്കുമാറുള്ള വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാണ്. അതാണ് ഈ താളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ഉണ്ടാകുന്ന ഈ പ്രവചനം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. സുറിയാനി സഭയുടെ ആരാധനയിൽ മെലഡിയാണ്. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് മെലോഡിയസ് ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വില്യം മല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നു, ഞാൻ ശിബുച്ചായൻ പ്രവചിച്ചിരുന്നതും സ്ലേയിങ് സ്പിരിറ്റിൽ ശുശ്രൂഷിച്ചിരുന്നതും ധാരാളം കണ്ട ഒരാളാണ് ഞാൻ. അന്ന് അത് ചെയ്തത് ഏത് സ്പിരിറ്റിലായിരുന്നു എന്നുകൂടി വ്യക്തമാക്കാമോ? എൻ്റെ വില്യം അതൊക്കെ കണ്ടെങ്കിൽ 10 പേരോട് പ്രചരിപ്പിക്കണ്ടായിരുന്നോ? എന്നെ ഒരു അത്ഭുതവാനായിട്ടൊക്കെ പ്രതിഷ്ഠിക്കാൻ മേലായിരുന്നു. നമ്മൾ അതേക്കുറിച്ച് പറയും വില്യമേ. ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞ പരിശുദ്ധാത്മാവ് ആണോ ഏതാത്മാവ്? അത് കഴിഞ്ഞ ദിവസം ES തോമസുമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യധികമായ വികാര വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വികാര തള്ളിച്ചകൾ ഉണ്ടാകുമ്പോൾ വാക്കുകളാൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ
വാക്കുകൾക്ക് അതീതമായി പുറപ്പെടുവിക്കുന്നതാണ് ഈ അന്യഭാഷ എന്ന് ഇന്ന് വിവക്ഷിക്കുന്ന ആ ഒരു പ്രതിഭാസം. അത് നമ്മുടെ ഹൃദയത്തിന്റെ തിരത്തള്ളലാണ്. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് പെട്ടെന്നൊരു സാധനം നിങ്ങളുടെ തലയിലോട്ട് വീഴുകയാണ്. ഒരു കറുത്ത നിറത്തിലുള്ള ഒരു മരക്കൊമ്പ് നിങ്ങൾ ഒടിഞ്ഞ് നിങ്ങളുടെ തലയിലോട്ട് വീഴുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത്, ഇതാ കറുത്ത നിറത്തിലുള്ള ഒരു മരക്കൊമ്പ് ഒടിഞ്ഞ് എൻ്റെ തലയുടെ നേരെ ലക്ഷ്യമാക്കി വരുന്നു, മാറിക്കളയാം. അങ്ങനെയൊന്നും നിങ്ങൾ പറയത്തില്ല. അപ്പം ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് വെർബൽ എക്സ്പ്രഷനാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള വികാരങ്ങളുണ്ടാകുക. അത് സന്തോഷമാകാം, വെറുപ്പാകാം, എന്തുമാകാം. അപ്പം അങ്ങനെയുള്ള വികാരങ്ങളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അന്യഭാഷ. അന്യഭാഷ പറയുന്നത് തെറ്റല്ല, അന്യഭാഷയിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അതൊരു സഭയിൽ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, കാരണം ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നാണ് പൗലോസ് ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത്. അതാണ് ഈ ബ്രദറുകാരുമായിട്ടുള്ള ലോങ് ടൈം ഡിസ്പ്യൂട്ട്. ഈ ഫേസ്ബുക്കിൽ ഇപ്പം ഓൺഗോയിങ് ചർച്ചയെല്ലാം നടക്കുന്നതാണ്. ബ്രദറുകാർ പറയുന്നത് മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞാൽ മതി, കാരണം അവർ അപ്പോഫാറ്റിക് അപ്രോച്ചാണ്. എന്ന് പറഞ്ഞാൽ കൃത്യം മനസ്സിലാകുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, എഴുതി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്കൊന്നും വേണ്ട. പെന്തക്കോസ്തുകാരുടേത് ഈ അന്യഭാഷ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിയന്ത്രണം ഇല്ലാതൊക്കെ ആളുകൾ ഇപ്പൊ അന്യഭാഷ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ. എന്നാൽ ഈ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ അതിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം, ചലനങ്ങൾ, ഭാഷയൊന്നുമില്ല എന്നതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ എല്ലാ ചലനങ്ങളും അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ദൈവത്തിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തോടങ്ങ് പറഞ്ഞാൽ മതി, ദൈവത്തിനാവുമ്പോൾ ഇത് മനസ്സിലാവുമല്ലോ, മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതത്രേ ഉള്ളൂ. ഇപ്പൊ വില്യം എല്ലശ്ശേരിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വർഗീയമായിരിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് മനുഷ്യന്റെ എത്തിനോട്ടമാണ്. ഫാറ്റിക് അപ്രോച്ച്, അതിനെ ഹോളി സ്പിരിറ്റ് ആണ് അവരെ സഹായിച്ചത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ പ്രാർത്ഥനകളെല്ലാം കിട്ടിയിരിക്കുന്നത്, ഇങ്ങനത്തെ ശുശ്രൂഷകൾ കിട്ടിയിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. അപ്പം ആ സെതറ നിങ്ങളിങ്ങനെ ഒരു ബുക്ക് മേടിച്ചാൽ മതി. ഇത് മിക്ക ബുക്ക് സ്റ്റോറിലും കിട്ടും. ഇവിടെ പോയി ഒരു ബുക്ക് ഇങ്ങനെ മേടിച്ചിട്ട് ഇത് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ തിയോളജി മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ റൂഹ എന്താണെന്ന് ഇത്രയും വ്യക്തമായിട്ട് നിർവചിക്കുന്ന വേറെങ്ങുമില്ല. അപ്പം ഇത്രയും വ്യക്തമായിട്ട് നിർവചിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പുകഴ്ത്തുന്നു, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ വണ്ടർഫുൾ ശുശ്രൂഷയാണ്. ഇപ്പം പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ മുഴുവൻ ക്രമവും വാങ്ങി നിങ്ങളത് വായിച്ച് ഗ്രഹിക്കണം. അതിനോടൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. നിങ്ങളെ തന്നെ അതിനുവേണ്ടി ഒരുക്കണം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശക്തി എന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെയല്ല. ആ തെറ്റിദ്ധാരണ മാറ്റണം. ഇപ്പോൾ പെന്തക്കോസ്റ്റിൽ പെട്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുടെയും ചിന്ത അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു, ഐ കമാൻഡ് യു ഹോളി സ്പിരിറ്റ്. I was really shocked. I was literally shocked. സത്യമായിട്ട് ഞാൻ പറഞ്ഞാണ്. പ്രാർത്ഥിച്ചങ്ങ് ആവേശം കയറിയിട്ട് പറയാണ്, ഐ കമാൻഡ് യു ഹോളി സ്പിരിറ്റ്. ദൈവം തമ്പുരാനെ, നിങ്ങൾ കേട്ടാ ഇപ്പൊ വായിക്കുന്ന കേട്ടായിരുന്നോ? റൂഹ എത്ര ആദരവോടെ, എത്ര ഭയഭക്തിയോടെയാണ് റൂഹായെ അഭിസംബോധന ചെയ്യുന്നത്. റൂഹ നിർമ്മലനാകുന്നു, റൂഹ പരാക്രമിയാകുന്നു, റൂഹ രാജകീയ റൂഹയാകുന്നു, റൂഹ സത്യറൂഹയാകുന്നു. എത്ര സ്നേഹത്തോടെ, എത്ര ബഹുമാനത്തോടെയാണ് ആ റൂഹായെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കേൾക്കാണ്, ഐ കമാൻഡ് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പറയുന്ന പല രീതിയിലുള്ള വർഷിപ്പുണ്ട്. ഇപ്പൊ സുറിയാനി സഭയുടെ ലിറ്റർജിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതിന്റെ ബ്യൂട്ടി, അതിന്റെ മീനിങ്. ഇപ്പൊ കർണാടക സംഗീതം കച്ചേരി നിങ്ങൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ആള് കുറവായിരിക്കും, അത് ആസ്വദിക്കാൻ കഴിയുന്നവരും കുറവായിരിക്കും.
പക്ഷെ ഒരു സാധാരണ ഗാനമേളയാണെങ്കിൽ കുറെ കൂടെ ആൾ കൂടും. ഇപ്പം മൈക്കിൾ ജാക്സന്റെ സ്റ്റൈലിലുള്ള ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു ഡപ്പാങ്കുത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറെ കൂടെ പോപ്പുലാരിറ്റി കിട്ടും, പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു കർണാടക സംഗീതജ്ഞനാണോ കൂടുതൽ പണം ഉണ്ടാക്കുന്നത്, അതോ ഇങ്ങനത്തെ ഡാൻസ് കളിക്കുന്നവരാണോ? അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്, അത് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ആ ട്രൂ ആയിട്ട് ദൈവത്തെ ധരിച്ചവരും മശിഹായെ സ്നേഹിച്ചവരും മശിഹായ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടവരും വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തിയെ അനുഭവിച്ചവരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എന്താ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ്. ഇപ്പൊ കേരളത്തിൽ നിപ്പ വൈറസിന്റെ സമയമാണ്. ഈ പരിശുദ്ധാത്മാവുള്ള ആളുകളൊക്കെ ഗ്ലൗസും മാസ്കും ഇല്ലാതെ നിപ്പ വൈറസ് ബാധിതരുടെ ഇടയിലോട്ട് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യല്ല. അവർക്കെല്ലാം പോയി വിശുദ്ധ ചുംബനം കൊടുക്കുക, പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക, അത്ഭുത രോഗശാന്തിക്കാർ. പരിശുദ്ധ പാമ്പാടി തിരുമേനി പണ്ട് കുന്നംകുളത്ത് പ്ലേഗ് വന്നപ്പോൾ, ഈ കുന്നംകുളത്ത് താമസിക്കുന്നവർക്ക് കുന്നംകുളക്കാർക്കറിയാം, കുന്നംകുളത്ത് ചെന്ന് താമസിക്കുന്ന വരത്തന്മാരുടെ കാര്യമല്ല, കുന്നംകുളംകാരോട് ചോദിക്കണം. അപ്പൊ അവിടെ പ്ലേഗ് ബാധ വന്നപ്പം അവിടുത്തെ CSI പള്ളി അടച്ചു, ബാസൽ മിഷൻകാർ അടച്ചു പൂട്ടി, സകല മിഷണറിമാരും രായ്ക്ക് രാമാനും സ്ഥലം വിട്ടു. എല്ലാ ക്രിസ്തീയ പ്രവർത്തനവും നിർത്തി. പാട്ട് പാടിയവരും ഡ്രം അടിച്ചവരും ചെണ്ട കൊട്ടിയവരും സ്തുതി സ്തുതി എൻ മനമേന്ന് പറഞ്ഞു കുന്നംകുളത്തിൽ നിന്ന് ഓടി. അപ്പൊ പാമ്പാടിയിൽ നിന്ന് തിരുമേനി ഈ പറഞ്ഞാൽ ഓട്ടവും ചാട്ടമൊന്നുമില്ല, അദ്ദേഹം കുന്നംകുളത്ത് ചെന്നു. കുന്നംകുളത്ത് താൻ കാലുകുത്തി സ്ലീവ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒറ്റ മരണം കുന്നംകുളത്തുണ്ടായില്ല. കുന്നംകുളത്തെ പ്ലേഗ് ബാധ കംപ്ലീറ്റ് മാറുന്നവരെ അദ്ദേഹം അവിടെ താമസിച്ചു, പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചു. ഭയലേശമന്യേ ആ മഹാമാരി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ഇനി അതാണോ ഹോളി സ്പിരിറ്റ്, അതോ ബുദ്ധിപൂർവ്വം ഓടി രക്ഷപ്പെട്ടതാണോ ഹോളി സ്പിരിറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് ഈ സുറിയാനി സഭയിൽ ഹോളി സ്പിരിറ്റ് ഇല്ല, പെന്റക്കോസ്റ്റ് സഭയിലാണ് ഹോളി സ്പിരിറ്റ് ഉള്ളത്. പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പണം സമ്പാദിക്കുന്നൊന്നുമല്ല. സുറിയാനി സഭയിലെ ശുശ്രൂഷകൾ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ഒരച്ഛനെ എനിക്കറിയത്തില്ല. ഞാൻ ഇതെല്ലാം വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് പറ. വല്ല കുടുംബപരമായിട്ട് പണമുള്ളവരോ അല്ല ബിസിനസ്സിൽ ഏർപ്പെട്ട് പണം ഉണ്ടാക്കിയവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇവിടെ ഈ കുർബാനയിലൊന്നും അങ്ങനെ കോടികൾ ആരും സമ്പാദിക്കും. അതിന്റെ സംവിധാനം അതാണ്. പക്ഷേ പള്ളിക്കൂടത്തിൽ തീക്ക് പോകാത്തവർ, മഴ പെയ്തപ്പോൾ പോലും സ്കൂൾ വരാന്ത കയറി നിൽക്കാത്തവൻ, അവന് പോലും വലിയ തീവട്ടിക്കൊള്ളം നടത്താനുള്ള എല്ലാ ഫെസിലിറ്റിയാണ് ഇവിടെ ഹോളി സ്പിരിറ്റ് ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഏതാണ് ഈ ഹോളി സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഉത്തരവാദിത്വത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരും അനേകരെ കൈത്താങ്ങൽ കൊടുക്കുന്നവരായ ആളുകളുണ്ട്. അവരെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. വെറുതെ സ്വത്ത് സമ്പാദിക്കുന്ന ആളുകൾ കമ്പയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവർക്കൊന്നും പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുമ്പോൾ പ്രാർത്ഥനയുടെ തീച്ചൂളയിൽ സ്വയം യാഗമാക്കുന്ന, രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഫാനയിലോട്ട് കൊടുത്താൽ അതിങ്ങനെ വട്ടത്തിൽ കറങ്ങും. ആ ഇലക്ട്രിസിറ്റി കൊണ്ട് ഫ്രിഡ്ജെ കൊടുത്താൽ ഫ്രിഡ്ജ് സാധനങ്ങളെ തണുപ്പിക്കും. ആ ഇലക്ട്രിസിറ്റി AC കൊടുത്താൽ അത് റൂമിനെ തണുപ്പിക്കും. ഇലക്ട്രിസിറ്റി ഹീറ്ററെ കൊടുത്താൽ അത് ചൂടാക്കും. വലിയ പിന്നെ ഒരു ഹീറ്ററെ കൊണ്ട് കൊടുത്താൽ വളരെ സ്ലോയിലായിരിക്കും അത് ആ കോയിൽ പഴുത്ത് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കും. ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇതുകൊണ്ട് ഇതാണ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അതുകൊണ്ട് ഈ താളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ശൗലും പ്രവചിച്ചു. അതുകൊണ്ട് മെലോഡിയസ് ആയിട്ടുള്ള വർഷിപ്പ്, ഹൈലി മെലോഡിയസ് വർഷിപ്പ്, അതാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സെദ്ര കുറെ കൂടെ നമ്മളത് സ്റ്റഡി ചെയ്യും. പിന്നെ മൂന്നാം ദിവസത്തെ സെദ്ര, 2 സെദ്ര കൂടെ നമ്മൾക്ക് ലിസൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഇത് ഓൺലൈനിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിൽ നിന്ന് എടുക്കുക, വായിക്കുക, പഠിക്കുക. എങ്ങനെയാണ്
അവർ ഇതിനെ കണ്ട ആദിമസഭ. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 16 അധ്യായം നിങ്ങൾ എടുക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പെന്തക്കോസ്ത് പെരുന്നാൾ വരെ എഫെസസിൽ പാർക്കും എന്ന് പറഞ്ഞ് ഇത് ആദിമസഭ തൊട്ട് ഹോണർ ചെയ്താണ് പെരുന്നാൾ. അതിന്റെ സൂചനയാണ്, കൃത്യമായ വാക്യം തന്നിട്ടുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെ വാക്യങ്ങൾ എടുക്കുന്നതിൽ. വാക്യം ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഫോർ ദ സേക്ക് ഓഫ് യു, നിങ്ങൾക്ക് വേണ്ടി തന്നാണ് ആ വാക്യം. അതുകൊണ്ട് ആദിമസഭ മുതൽ ആചരിച്ച പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. നിങ്ങൾക്ക് ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ നിങ്ങളൊരു ചർച്ച് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഈ ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാളായി സെലിബ്രേറ്റ് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് സഭയുടെ ഒരു പാരമ്പര്യമാണ്, നല്ല പാരമ്പര്യമാണ്. അതിനെ ഓണർ ചെയ്യുക, അതേക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.